നമസ്കാരം. മലയാളികൾക്ക് സുപരിചിതനായ സംവിധായകനാണ് ആലപ്പി അഷ്റഫ്. നിരവധി സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾ സമ്മാനിച്ച സംവിധായകൻ തന്റെ യൂട്യൂബ് ചാനലിലൂടെ സിനിമാ മേഖലയിൽ നിന്നുണ്ടായ അനുഭവങ്ങളും പങ്കുവയ്ക്കാറുണ്ട്. സെലിബ്രിറ്റികളെക്കുറിച്ചും അവരുടെ ജീവിതത്തെക്കുറിച്ചും ഒക്കെ അധികം ആർക്കും അറിയാത്ത കഥകളുമായിട്ടാണ് പലപ്പോഴും സംവിധായകൻ ആലപ്പി അഷ്റഫ് വരാറുള്ളത്. യൂട്യൂബ് ചാനലിലൂടെ സംവിധായകൻ പങ്കുവയ്ക്കുന്ന വീഡിയോ വളരെ പെട്ടെന്ന് വൈറലായി മാറാറുമുണ്ട്. അത്തരത്തിൽ ഇന്ന് മോഹൻലാലിനെയും പ്രിയദർശിനിയെയും കുറിച്ച് പറഞ്ഞ കാര്യങ്ങളാണ് ശ്രദ്ധേയമാവുന്നത്. മലയാളികളുടെ പ്രിയപ്പെട്ട താരമാണ് മോഹൻലാൽ. പകരം വയ്ക്കാനാകാത്ത നിരവധി കഥാപാത്രങ്ങൾ അവിസ്മരണീയമാക്കിയ താരത്തിന് ആരാധകർ ഏറെയാണെന്ന് എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ. വലിയൊരു ആരാധക വൃന്ദം തന്നെ മോഹൻലാലിനുണ്ട്. പ്രായഭേദമന്യേ എല്ലാവരുടെയും ഏട്ടനാണ് മോഹൻലാൽ. 1980-ൽ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിലൂടെ എത്തി മലയാളികളുടെ മനസ്സിനെ കീഴടക്കാൻ മോഹൻലാൽ എന്ന നടന് അധിക കാലതാമസമൊന്നും വേണ്ടി വന്നില്ല. നടനായും സംവിധായകനായും എല്ലാം അദ്ദേഹം മോളിവുഡിന്റെ അഭിമാനമായി നിലനിൽക്കുകയാണ്. അതേസമയം സിനിമയ്ക്ക് അകത്തും പുറത്തും നിരവധി സൗഹൃദങ്ങൾ മോഹൻലാലിനുണ്ട്. അത്തരത്തിൽ നല്ല സൗഹൃദ ബന്ധം കാത്തുസൂക്ഷിക്കുന്നവരാണ് മോഹൻലാലും പ്രിയദർശനും. ഇരുവരും ഒരുമിച്ചുള്ള കൂട്ടുകെട്ടിലെത്തിയ സിനിമകളെല്ലാം വലിയ വിജയമായി മാറിയിരുന്നു. മോഹൻലാലിന് പല ഹിറ്റ് സിനിമകൾ സമ്മാനിച്ച് കരിയർ മാറ്റിയതിന് പിന്നിലും പ്രിയദർശന് വലിയ പങ്കുണ്ട്. അങ്ങനെ സുഹൃത്തുക്കളായതുകൊണ്ട് പല തമാശകൾക്കും കൂട്ടുനിൽക്കുന്നവരുമാണ് ഇരുവരും. അങ്ങനെ സിനിമയുടെ ലൊക്കേഷനിൽ നടന്ന ഒത്തിരി രസകരമായ സംഭവങ്ങളുണ്ട്. അതിലൊന്നിനെ കുറിച്ച് പറയുകയാണ് സംവിധായകൻ ആലപ്പി അഷ്റഫ്. യൂട്യൂബ് ചാനലിലൂടെ കണ്ടതും കേട്ടതും എന്ന സെഗ്മെന്റിലൂടെ അഷ്റഫ് പങ്കുവയ്ക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധേയമാവാറുണ്ട്. ഒരിക്കൽ മദ്യപിച്ച ശേഷം കാറിന്റെ ഡിക്കിയിൽ യാത്ര ചെയ്യണമെന്ന് മോഹൻലാലിന് ഒരു ആഗ്രഹം വന്നു. പ്രിയദർശൻ അതിനെ എതിർത്തെങ്കിലും മോഹൻലാലിന്റെ നിർബന്ധം കൊണ്ട് ഡിക്കിയിൽ പോവുകയായിരുന്നു. പിന്നെ സംഭവിച്ചത് എന്താണെന്നാണ് അഷ്റഫ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. കടത്തനാടൻ അമ്പാടി എന്ന സിനിമയുടെ ചിത്രീകരണം ഉദയ സ്റ്റുഡിയോയിൽ നടക്കുകയാണ്. ഇതിനിടെ ഉണ്ടായ രസകരമായ കഥകളിൽ ഒന്ന് മോഹൻലാലിന്റെ കാർ യാത്രയാണ്. ആർട്ടിസ്റ്റുകളും ടെക്നീഷ്യൻസുമാരും ആലപ്പുഴയിലെ ഒരു ഹോട്ടലിലാണ് അന്ന് താമസിച്ചിരുന്നത്. ഒരു ദിവസം ഷൂട്ടിംഗ് കഴിഞ്ഞതിനു ശേഷം മോഹൻലാലും പ്രിയദർശനും ഒക്കെ ഒന്ന് പൂസായി. പിന്നീട് ഹോട്ടലിലേക്ക് പോകാനായി പ്രിയന്റെ കാറിലേക്ക് കയറാൻ നോക്കുമ്പോൾ പൂസായി നിൽക്കുന്ന മോഹൻലാലിന് ഒരു ആഗ്രഹം. കാറിന്റെ ഡിക്കിയിൽ കിടന്നിട്ട് ഹോട്ടലിലേക്ക് പോകണം. പ്രിയദർശൻ അതിനെ ശക്തമായി എതിർത്തു. എന്നിട്ട് കാറിലേക്ക് കയറാൻ പറഞ്ഞെങ്കിലും പൂസായി നിന്ന മോഹൻലാലിന് വാശി കൂടി. ഡിക്കിയിൽ കിടന്നല്ലാതെ ഞാൻ വരില്ലെന്ന് മോഹൻലാൽ നിർബന്ധം പിടിച്ചു. പ്രിയനും അല്പ ലഹരി ഉള്ളതുകൊണ്ട് അദ്ദേഹം അത് സമ്മതിച്ചു. അങ്ങനെ കാറിന്റെ ഡിക്കിയിൽ കയറി മോഹൻലാൽ ചുരുണ്ടുകൂടി അതിനകത്ത് കിടന്നു. പ്രിയദർശൻ ഡിക്കി അടച്ചിട്ട് കാറും കൊണ്ട് നേരെ ഹോട്ടലിലേക്ക് പോയി. ഹോട്ടലിൽ എത്തിയതിനു ശേഷം പ്രിയദർശൻ സെക്യൂരിറ്റിയെ വിളിച്ചിട്ട് ഡിക്കിയിൽ ഒരു സാധനമുണ്ട്, അതെടുത്ത് പുറത്തോട്ടിടാൻ പറഞ്ഞു. സെക്യൂരിറ്റി സാധനം എടുത്ത് പുറത്തു വെക്കാൻ വന്ന് ഡിക്കി തുറന്നതും തല ഉയർത്തി വരുന്ന മോഹൻലാലിനെയാണ് കണ്ടത്. പെട്ടെന്ന് അത് കണ്ട് പേടിച്ചു പോയ സെക്യൂരിറ്റി അയ്യോ മോഹൻലാൽ എന്ന് ഉറക്കെ അലറിക്കരഞ്ഞു. ഏകദേശം 35 വർഷം മുമ്പ് നടന്ന രസകരമായ ഒരു സംഭവമാണ് ഇതെന്നാണ് ആലപ്പി അഷ്റഫ് പറയുന്നത്. മോഹൻലാലിനെ പ്രധാന കഥാപാത്രമാക്കി പ്രിയദർശൻ സംവിധാനം ചെയ്ത ചിത്രമാണ് കടത്തനാടൻ അമ്പാടി. അന്തരിച്ച നടൻ കൊച്ചിൻ അനീഫയായിരുന്നു ഈ സിനിമയ്ക്ക് കഥ എഴുതിയത്. 1964-ൽ പുറത്തിറങ്ങിയ തച്ചോളി ഉദയനൻ എന്ന സിനിമയുടെ രണ്ടാം ഭാഗമെന്ന നിലയിലാണ് ഈ ചിത്രം ഒരുക്കിയത്. മോഹൻലാലിനൊപ്പം പ്രേം നസീർ, സത്യൻ, സ്വപ്ന രാധു എന്നിങ്ങനെയുള്ള താരങ്ങളാണ് സിനിമയിലെ മറ്റ് കേന്ദ്ര കഥാപാത്രം അവതരിപ്പിച്ചത്. വലിയ പ്രതീക്ഷയോടെ നിർമ്മിച്ച സിനിമയാണെങ്കിലും അത് വലിയൊരു പരാജയമാക്കാൻ ഉണ്ടായ കാരണത്തെക്കുറിച്ചും അതിനോടനുബന്ധിച്ച് നിർമ്മാതാവ് കടക്കണിയിലായതുമൊക്കെ വീഡിയോയിൽ ആലപ്പി അഷ്റഫ് സൂചിപ്പിക്കുന്നുണ്ട്.